തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് ഒരു കയ്യിൽ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ആ കല്ലുപ്പിട്ട വെള്ളം ഒന്നിളക്കി കൊടുത്തിട്ട്, നമ്മൾ കോട്ടൺ ഷാള് വാങ്ങിയതാണിത്. ഫുൾ കോട്ടനായിട്ടുള്ള ഷാളാണ്. ആ കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലേക്ക് കോട്ടൺ ഷാൾ ഇങ്ങനെ മുക്കിയെടുക്കാം. അല്പസമയം ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ ഇതിൽ നിർത്തിയിട്ട് അത് എടുത്ത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് വെള്ളത്തിൽ സോപ്പൊന്നുമില്ലാതെ അലക്കിയെടുത്ത് പിഴിഞ്ഞെടുത്ത് ഉണക്കണം. അങ്ങനെ ചെയ്താൽ കോട്ടൺ ഡ്രസ്സുകൾ നിരക്കുന്നതിന് കുറവുണ്ടാവും. പെട്ടെന്ന് നിരക്കില്ല, പെട്ടെന്ന് നിറം പോകില്ല, കളറ് പോകില്ല, പെട്ടെന്ന് കളറ് പോകില്ല. നിരക്കുക എന്ന് പറയും, കളറ് പോകി. ഞങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കല്ലുപ്പ് നന്നായിട്ടിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇത്രയും മതി. ഇനി നമുക്കെടുത്ത് മാറ്റി തണുക്കാൻ വെച്ചിട്ട്, തണുത്തതിന് ശേഷം വെറും വെള്ളത്തിൽ സോപ്പൊന്നുമില്ലാതെ, ഇത് പുതിയ ഷോളാണ്, സോപ്പിൻ്റെ ആവശ്യമില്ല, ചെളിയായതിലല്ലേ സോപ്പ് ഇടണ്ടുള്ളൂ. അതിൻ്റെ കെമിക്കലും ഒക്കെ പോവും. ഞാൻ ഏത് പുതിയ ഡ്രസ്സ് വാങ്ങിയാലും അലക്കാതെ ധരിക്കാറില്ല. അത് കെമിക്കൽ ഇട്ടിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത്. ആ പുത്തൻ മണം മണക്കുന്ന ആ മണം, പുത്തൻ മണക്കുക എന്ന് പറയും ചിലർ, മുമ്പുള്ളവരൊക്കെ. ആ മണം കെമിക്കലിൻ്റെ മണം ആണെന്ന് അറിയാത്തവരാണ് അലക്കാതെ അത് ധരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ആ കെമിക്കൽ ഉള്ള ഡ്രസ്സ് ഇടുന്നതിനേക്കാൾ ചൂടുവെള്ളത്തിലും കല്ലുപ്പിട്ടതൊന്നും കോട്ടനല്ലാത്ത ചെയ്യാൻ പറ്റില്ല. ഏത് ഡ്രസ്സായാലും ആ കെമിക്കൽ പോകാൻ വേണ്ടിയിട്ട് വെറും വെള്ളത്തിലൊന്ന് അലക്കി ഉണക്കിയിട്ട് തന്നെയുള്ളൂ ഞാൻ പുതിയ ഡ്രസ്സ് ധരിക്കൽ. മാക്സി ആയാലും ഷോളായാലും പാവാടയായാലും വേറെ എന്ത് ഡ്രസ്സ് വാങ്ങിയാലും ഞാൻ അലക്കിയതിന് ശേഷമേ ധരിക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.